നമസ്കാരം. 2025 മാർച്ച് 14 പരവൂർ ജി ദേവരാജൻ മാസ്റ്ററുടെ 19ാം ചരമ വാർഷികം. പരവൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ദേവരാജൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പി ശ്രീജയുടെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ സമ്മേളനം ശ്രീ GS ജയലാൽ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീ പന്തളം ബാലൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ശേഷം ദേവഗീതികൾ എന്ന ഗാനസന്ധ്യയും നടന്നു. അതിനുള്ള സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. അർപ്പണബോധത്തോടുകൂടി കനിഷ്ഠക്കാരനായ ദേവരാജ മാസ്റ്റർ സംബന്ധിച്ചില്ല അവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തിന്റെ ചടങ്ങിലൊക്കെ പങ്കെടുത്ത് നമുക്ക് സംഗീതമായിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ യോഗങ്ങളിൽ പറയുന്നത് അക്ഷരങ്ങളിലൂടെ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം നമുക്കറിയാം. അങ്ങനെ ഒരു അർപ്പണബോധവും ഓർമ്മകൾ, അതിൽ ദേവരാജ മാസ്റ്ററുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഒരിക്കലും മായാതെ, ഒരിക്കലും മരിക്കാതെ എന്നും നിലനിൽക്കുമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. എന്നെ കൂടി ഈ ചടങ്ങിൽ ക്ഷണിച്ചതിനുള്ള നന്ദി സന്തോഷവും രേഖപ്പെടുത്തുന്നു. ശ്രീ പന്തളം ബാലൻ അവരുടെ ഈ അനുസ്മരണ പ്രഭാഷണത്തിന്റെ സമയം ഞാൻ ഒട്ടും ഉപഹരിക്കുന്നില്ല. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദേവരാജ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, അഭിവാദ്യം. ബഹുമാനപ്പെട്ട അനുസ്മരണ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA, അതുപോലെ മുഖ്യ അതിഥിയായിട്ടുള്ള ശ്രീ പന്തളം ബാലൻ അവർക്ക് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാനന്റെ പ്രിയമുള്ളവരെ, നേരത്തെ വൈശ്രമ പറഞ്ഞ പോലെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇവിടെ വന്ന ഓരോരുത്തരെയും ഒന്നുകൂടി അഡ്രസ്സ് ചെയ്യുകയാണ്. നമ്മുടെ അനുസ്മരണ യോഗത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാളെ കിട്ടിയെന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പന്തളം ബാലച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ നമ്മളേറെ കേട്ടിട്ടുണ്ട്. നമുക്ക് SNB ബാങ്കിൽ കഴിഞ്ഞ വർഷവും അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. പരവൂർ ഫൈനാൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ദേവരാജ മാസ്റ്ററുടെ ജനനം ആഘോഷിക്കുന്ന സെപ്റ്റംബർ 27 എല്ലാ വർഷവും സെപ്റ്റംബർ 27 ഫൈനാൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്താറുള്ള ദേവരാജൻ സംഗീത മത്സരം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിൽ ഓരോ വർഷവും വിവിധങ്ങളായിട്ട് പരിപാടികളുണ്ട്. അതുപോലെ പരവൂർ മ്യൂസിക് ക്ലബ്ബ്, പരവൂർ സംഗീത സഭ ഉൾപ്പെടെ ദേവരാജ മാസ്റ്ററുടെ ഗാനങ്ങൾ പുറത്തുനിൽക്കൊണ്ട് എല്ലാ വർഷവും നമുക്കിങ്ങനെ പ്രോഗ്രാം നടത്താറുണ്ട്. ഇപ്പം ഈ നമ്മുടെ ഭരണസമിതിയിൽ എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു അനുസ്മരണ യോഗം ആയിരിക്കും. അടുത്ത മാർച്ചിൽ ഈ ഭരണസമിതി കാണാം. അപ്പോൾ ലാസ്റ്റ് ഭരണസമിതി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പല തോന്നിക്കുന്ന വിധത്തിൽ, അതായത് അത്രയ്ക്കും ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നത്തില്ല. പക്ഷേ എല്ലാം ഒരു രാഗമാണ്. മോഹന രാഗത്തിലെ ഉള്ള 5 സ്വരങ്ങൾ വെച്ചിട്ടുള്ള രാഗത്തിൻ്റെ ഭാവം ഉൾക്കൊണ്ടുള്ള ഓരോരോ പാട്ടുകൾ. അപ്പോൾ നമുക്ക് മോഹൻ രാഗത്തിൽ 2-3 വരികൾ പാട്ട് ഞാൻ നോക്കിയോട്ടെ പ്ലീസ്. ദേവരാജ മാസ്റ്റർ ഇന്റർവ്യൂ കേട്ടപ്പോൾ ഈ മോഹൻലാലോ ജസ്റ്റ് ഒന്ന് കേട്ടത് ഒരു 3-4 പാട്ട് എഴുതി വെച്ച് നമ്മുടെ പല പാട്ട് അതൊക്കെ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പാട്ടുകൾ പാടാതെ പോയത്. എങ്കിലും 1-2 വരി മാത്രം. സ്വർഗപുത്രി നവരാത്രി എല്ലാ വരികളും പാടത്തില്ല. മോഹൻരാഗത്തിൻ്റെ ഓരോ ഏതൊക്കെ ഉണ്ടെന്നുള്ള കുറച്ച് പാട്ടുകൾ മാത്രം. അതുപോലെ മഞ്ഞളിൽ മുങ്ങിത്തോത്തി മധുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അതുപോലെ
നമഃ ശിവായ. മഞ്ഞവയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്നു പാടി. മഞ്ജുഭാഷിണി മണിയരവീണയിൽ അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പൊ മോഹനരാഗത്തിലുള്ള അതേ ഒരേ ആ രാഗത്തിൽ ബേസിലുള്ള പാട്ടുകളാണ്. അപ്പം അതാണ് മോഹനത്തിന്റെ ആരോഹണം അവരോഹണം. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത്രയും പാട്ടുകൾ 30-ലധികം പാട്ടുകൾ അദ്ദേഹം ട്യൂൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് ഏർത്തിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മളെ എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്നത് നമ്മുടെ പന്തളം ആദംചെട്ടിന്റെ ഗാനമാണ്. തുടർന്ന് സംഗീത സഭയുടെ ദേവഗീതികൾ എന്ന ഗാന ആശയക്കും വേണ്ടിയിട്ടെന്നറിയാം. എന്തായാലും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷൻ ചുരുക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ അനുസ്മരണ യോഗം അനുസ്മരണ യോഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യ അതിഥി ശ്രീ ചന്ദ്രകാന്തത്തിനെ ക്ഷണിക്കുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷ പരവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പി ശ്രീജ, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ MLA ശ്രീ എസ് കെ ലാൽ അവർ, സ്വാഗതം ആശംസിച്ച ശ്രീ സഹർ ഖയാൽ, പേര് പഠിക്കാൻ ചില പ്രശ്നമാണ്, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരും കൗൺസിലർമാരാണ്, നമുക്കേറെ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ സംഗീത ജീവിതത്തിലെ എൻ്റെ സംഗീത മഹാഗുരു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാഠമാക്കിയ ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ 40 വർഷമായി ഈ സംഗീത ഫീൽഡിൽ വന്ന് 1986 സംഗീത കോളേജിൽ വന്ന് 87 CPM-ന്റെ 13ാം പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് കുട്ടികളെ വേണം എന്ന് തിരുവനന്തപുരത്തെ പ്രമുഖമായ കോളേജിൽ നിന്ന് പാട്ടുകാരെ വിളിച്ചു. അങ്ങനെ സംഗീത കോളേജിൽ നിന്ന് ഞാനും അവിടെ പോയി. അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അതിനുശേഷം എൻ്റെ പാട്ട് ഇഷ്ടമുണ്ടോ ഇഷ്ടപ്പെടാതെ ഒരിക്കലും ദേവരാജ മാഷോടത്ത് ഒരാൾക്കും എത്തിപ്പെടാൻ പറ്റില്ല. അല്ല സാർ, എൻ്റെ കുഞ്ഞമ്മയുടെ മോനാണ്, എൻ്റെ അനിയത്തിയുടെ മോൻ, അതൊന്നും സംഗീതത്തിന് ജാതിയും മതവും ഇല്ലെന്ന് തെളിയിച്ച ആളാണ് ദേവരാജ മാഷ്. അവരുടെ അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അവിടെ നായരെന്നോ നമ്പൂതിരെന്നോ ഈഴവനെന്നോ അല്ലെങ്കിൽ പിന്നോക്ക ജാതിക്കാരൻ അങ്ങനെയൊന്നുമില്ല. സംഗീതം ഒന്നാണെന്ന് തെളിയിച്ച അതുല്യ പ്രതിഭയാണ്, മഹാഗുരുവാണ് ശ്രീ ദേവരാജ മാഷ് എന്ന് പറയുന്ന അതുല്യ മഹാഗുരു. അദ്ദേഹത്തിൻ്റെ 19ാമത് ചരമവാർഷികമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ പല പ്രമുഖരും സംഗീത സംവിധായകരും രാഷ്ട്രീയ പ്രമുഖരും സാഹിത്യകാരന്മാരും ഒക്കെ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഒന്നും സ്മരണ നടത്തുവാൻ ഇന്ന് ഒരാളുമില്ല എന്നുള്ളത്. ഏറ്റവും അവസാനം മരണപ്പെട്ട ബാലഭാസ്കർ ഇപ്പോൾ 6 വർഷമായി, ഒരു 2-3 വർഷം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ദേവരാജ മാഷ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരേ ഒരാൾ മാത്രമാണ് ഇന്ന് ലോകമെമ്പാട് ശ്രീ കലാഭവൻ മണി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിറം നോക്കിയോ മതം നോക്കിയല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ്. അദ്ദേഹം മലയാള സിനിമയിൽ കയറി വന്ന സാധാരണ ഓട്ടോറിക്ഷക്കാരനും തൊഴിലാളിയും സാധാരണ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുള്ള അവാർഡ് ഈ വർഷം ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കാണ് തന്നത്. സത്യത്തിൽ അത് ഞാനവിടെ പോയപ്പോഴാണ് ഇപ്പോഴും 9ാം ചരമവർഷമാണ് അദ്ദേഹത്തിൻ്റെ നടന്നത്. അപ്പോൾ ഇപ്പോഴും ടൂറിസ്റ്റ് ബസ്സുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ശവകുടീരത്തിൽ വന്ന് പുഷ്പാർച്ചന അർപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും അടിപൊളി സംഗീതവും നാടൻ പാട്ടുകളൊക്കെ ആയിട്ട് വിവിധ തലത്തിലായിരുന്നു. ദേവരാജ മാഷ് സംഗീത സംവിധായകൻ എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും പിന്നെ ഒരു ടീച്ചർ എന്നുള്ള നിലയിലുമാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നത്. അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. അന്ന് MJ ചന്ദ്രനുണ്ട്. MJ ചന്ദ്രൻ അന്ന് കാറൊക്കെ ഉള്ള ആളാണ്. ഞങ്ങൾ സാധാരണക്കാരല്ല. 1 വർഷത്തിൽ കൂടുതലായിരുന്നു തോന്നുന്നത്. അതിനെ കവച്ചു വെക്കാൻ ഒരു വിപ്ലവ ഗാനം ഇന്നും ഇറങ്ങിയിട്ടില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു വീര്യം, അത് ഏത് പ്രത്യേകിച്ച് ചോപ്പിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു വീര്യമാണ്. അത് സംഗീതത്തിന്റെ പവറാണ്. ആ വരികളുടെ അറിഞ്ഞ് സംഗീതം നൽകിയതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. ഫോക്ക് സംഗീതം ഇന്ന പോലെ ആയിരിക്കും, ഭക്തി സംഗീതം ഇന്ന. പ്രഭാതമകലയാണോ പ്രപഞ്ച ശില്പികളെ പറയൂ, പ്രകാശമകലയാണോ
പാടുന്നതല്ല, അതിന്റെ ആ ഫീലാണ്. പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശമക പ്രഭാതമകലെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വയലാറും ദേവരാജൻ മാഷും കൂട്ടിയിണക്കി ചേർത്ത വരികളും സംഗീതവും ഇന്ന് കാലഘട്ടത്തിൽ മാറിയിരിക്കും. ഈ കാലഘട്ടത്തിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടി. പാട്ടെഴുതണം എന്ന് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഒരുത്തൻ. ചിലരുടെ ആ വാതിലിൽ വന്ന് നിൽക്കാറുണ്ട് പലപ്പോഴും. ക്വാളിറ്റി ഇല്ലാന്ന് മാഷക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലേക്ക് ഒരാൾക്കും ചെല്ലാൻ പറ്റില്ല. സംഗീതമല്ലാതെ അതിനെപ്പറ്റി അല്ലാതെ ഒരു കാര്യങ്ങളോടെ സംസാരിക്കാറുമില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ONV കുറുപ്പ് സാറിന്റെ ഇലക്ഷൻ സമയം അദ്ദേഹത്തിന്റെ, ഞാൻ വേറെ കൊണ്ടുപോട്ടുന്നത്, അദ്ദേഹത്തിന്റെ ഇലക്ഷന് ലീഡ് സിംഗറായിട്ട് എന്നെയാണ് വെച്ചിരുന്നത്. അത് പിന്നെ അപ്പൊ കുറുപ്പ് സാറിന് കാരണം വലിയ ആളാണല്ലോ. അദ്ദേഹത്തിന്റെ ഇലക്ഷന് മുന്നിൽ ഞങ്ങൾ പോകുന്നു, പാടുന്നു. ഒരു ദിവസം മാധുര്യമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇലക്ഷനിൽ ONV സാർ തോറ്റുപോയി. അതിനുശേഷം മാഷ് പറഞ്ഞൊരു വാക്കുണ്ട്, സാധാരണ നമ്മളൊരു പ്രതിഭയാണ്, പക്ഷെ സാധാരണക്കാരൻ ചിരിച്ചാൽ അവരോട് ചിരിക്കുവാനും അവരോട് സംസാരിക്കുവാനും ഉള്ള മനസ്സ് ഇല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കുന്ന അവിടെ. കാരണം കഴിഞ്ഞാൽ ONV വലിയ കവിയായിരിക്കാം, പക്ഷെ തൊട്ടടുത്ത വീട്ടിലെ ആളിനോട് പോലും അവർ നോക്കാറില്ലായിരുന്നു, സംസാരിക്കാറില്ല. പക്ഷെ ദേവരാജ മാഷ് അങ്ങനെയല്ല. എനിക്ക് വലിയ ഒരനുഭവമാണ്. കാരണം ഞാൻ 1989 സഖാവ് എന്ന സിനിമയിൽ എന്നെ പഠിച്ചപ്പോൾ എനിക്കറിയാം അവിടെ സത്യം പറഞ്ഞ ഇത് റെക്കോർഡ് ചെയ്യുകയോ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കുകയോ ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ കിടന്നപ്പോൾ അന്ന് കൂടെ നിന്നാണ്. പിന്നീടാണ് മധുചേട്ടനൊക്കെ വന്നത്. ഇവിടുത്തെ മധുചേട്ടനൊക്കെ പിന്നീട് പിൽക്കാലത്താണ്. അന്നുണ്ടായിരുന്ന പാട്ടുകാരിൽ M. ജയചന്ദ്രൻ, G. ശ്രീറാം, കാറ്റേ കാറ്റേ പാടിയിരിക്കുന്ന G. ശ്രീറാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് മാധുര്യമ്മയോടൊപ്പം ഗാനമേളയ്ക്ക് പാടിയിരുന്നത് ഞാനും M. ജയചന്ദ്രനും കൂടെയായിരുന്നു. പക്ഷെ ഇത്രയും ചേർന്ന് വരുന്ന M. ജയചന്ദ്രൻ പാട്ട് നിന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് 22 പാട്ടുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 12 പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താണെന്ന് ഒരവസരം തന്നിട്ട് അത് ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പൊ എവിടെയാണ് ക്വാളിറ്റി എന്നത്? മനുഷ്യന്റെ വാക്കും പ്രവൃത്തി ഒരുപോലെ വരുന്നവനാണ്. ഒരു മനുഷ്യന്റെ നിറം നോക്കിയോ അവന്റെ മതം നോക്കിയോ അവന്റെ കുലം നോക്കിയോ അല്ല അവനെ വിലയിരുത്തേണ്ടത്. അവന് സംഗീതത്തിന് കഴിവുണ്ടെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്കാരമാണ് നമ്മുടെ നാടിനും നമ്മുടെ സിനിമാ മേഖലയ്ക്കും സംഗീത മേഖലയ്ക്കും ആവശ്യമെന്ന് ഉറക്കെ പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഈ പാട്ട് എനിക്കിനി ഇരുന്ന് കിട്ടാൻ 55 വയസ്സായി ഒന്നും വേണ്ട. കാരണം ഇതുപോലൊക്കെയുള്ള അനുസ്മരണങ്ങളിൽ സംസാരിക്കരുത്. 100 മീറ്റർ ഓട്ടം എന്ന് വെച്ചാൽ നമുക്ക് ഓടി പ്രാക്ടീസ് ചെയ്ത് ഓടി ജയിക്കാൻ പറ്റും. പക്ഷെ പാട്ട് അങ്ങനെ കിട്ടത്തില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ 100 മീറ്റർ ഓടി ഏത് മത്സരത്തിന് സ്വർണം വാങ്ങിച്ച ഉസൈൻ ബോൾട്ട് എന്ന് പറഞ്ഞൊരു വലിയ അത്ലറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന മത്സരം അദ്ദേഹം പ്രഖ്യാപിച്ചു. ചാനലിലൊക്കെ വന്നു. എല്ലാ ലോകമെമ്പാടുമുള്ള ആൾക്കാർ TV-യിൽ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയുണ്ടായി. അത് വലിയൊരു സന്ദേശം. അവസാനം വരെ നിർത്തിയിട്ട് എന്നെ പാടിച്ച ഒരു വേദനയും എന്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. കാലം കരുതി വെച്ച ചില കാര്യങ്ങളുണ്ട്. ഞാനും മാർക്കോസേട്ടനും ഇടവാ ബഷീറും സുധീക് കുമാറും, അന്ന് സുധീക് കുമാറിന്റെ ഗാനങ്ങളാണ്. പക്ഷെ സുധീക് കുമാർ ഞാൻ ചെന്ന് 10 വെടിയും വെച്ചതിന് ശേഷം ദേവരാജ മാഷ് അടുത്ത് വന്നിട്ടുള്ളൂ. ആ സുധീക് കുമാർ എന്നെ ഇവിടെ അവസാനം വരെ പാടിക്കാതെ നിർത്തിയിരുന്നു. അതെന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ വേദനയാണ്. ഞാൻ ഇവിടെയും പക്ഷെ ഒരു കലാകാരനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഞാൻ അവിടെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ദേവരാജ മാഷ്, രവീന്ദ്രൻ മാഷും മറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നടന്നു വന്ന പാതകളുണ്ട്. അതൊന്നും ഒരിക്കലും ആർക്ക് തകർക്കാൻ പറ്റുന്നതല്ല. ആ സത്യത്തിന്റെ വഴി ഒരുപാട് ആൾക്കാർ കുറച്ചു പേരാണ്. നമ്മളിപ്പോ സുപ്രസിദ്ധി എന്താണ് കുപ്രസിദ്ധി എന്ന് പറഞ്ഞ രണ്ടും രണ്ടാണ്. ഞാൻ ഒരാളെ കൊന്നാൽ ലോകമെമ്പാടും തന്നെ ഒരുപാട് പേരുണ്ട്. പക്ഷെ നേരിന്റെ പാതയിൽ കൂടെ സഞ്ചരിക്കാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു കലാകാരനോട് പോലും അങ്ങനെ ചെയ്യരുത്. ആ ഒരു വേദന മലബാർ പാട്ടാണ്, ആസ്വദിക്കാൻ പറഞ്ഞു. നേരെ മറിച്ച് ഇതുപോലെ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗതമായി മനസ്സിലറിയും ഒരു പ്രേമ കഥയിലെ ദുഃഖഗാനം. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഇത് അതിലില്ല. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് വളർന്നു വന്ന സാഹചര്യവും സംസ്കാരവും
നിസദനി പദമ പഗമരി ഗസരി സസഗ സസമ സസപ സസദതാനീല നിസരി ഗമഗാരി സനി ധനി സഗാരി സനി സരി സനി നി സനി ധ സനി ധ പരി സനി ധ ഗാരി സനി ധ മമ ഗാരി സരി ഗ മ പദ നി സനി ധ മമ ഗരി സരി ഗ മ പദ നി സരി നി സനി ധ മമ ഗരി ഗ മ പദ നി സരി ഗ ഗരി സനി ധ മമ മ പദ നി സരി ഗ മ മ ഗരി ഗ മ മ ഗ മ ഗരി മ ഗ സ മ ഗ കൊച്ചിലത്തൊരു കൂവി ഇവിടുത്തെ ട്രെൻഡാണ്. അമേരിക്കയിൽ ചെന്ന് ഞാൻ പാടാൻ ചെന്നപ്പോൾ അവിടെ ആൾക്കാരെല്ലാം കൂവി. അപ്പം ഞാൻ രാമകാർക്ക പാട്ട് ഭയങ്കര കൂവൽ. ഞാൻ അത്രയ്ക്ക് മോശമായിട്ടാണ്. അപ്പോൾ പിന്നീട് പിറ്റേ ദിവസം പറഞ്ഞു, സാർ ഇവിടുത്തെ ട്രെൻഡ് അങ്ങനെ നന്നായിട്ട് പാടിയ കൂവെന്ന് പറഞ്ഞു. ന്യൂജന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്ന് പറഞ്ഞു. ലാലിച്ചേട്ടൻ പറഞ്ഞു, ന്യൂജന്റെ ഓപ്പോസിറ്റ് എന്താണെന്നറിയോ? പഴഞ്ചൻ. പഠിച്ചു വെച്ചു. നമ്മൾ പഴഞ്ചനാണ്. നമ്മൾ പഴ അമ്മ എന്നല്ല, മാന്ന് പാടാൻ. രാജ്യത്തെ പഠിക്ക പാടുന്നുണ്ടല്ലോ, ഇവിടെ കേൾക്കുന്നില്ല. മാ കാണാൻ വെച്ചോ, കുഴപ്പമില്ല. കൂക്കുളിക്കാറില്ല. പരവൂര നാടകേടല്ലോ, ദേവരാജ മാസ്റ്റർ നാടകം സംഗീതക്കാരില്ലേ? ഞാൻ പാടിക്കഴിഞ്ഞ് ഓടിയാ, അത് കൂടെ പാടില്ല, അതപ്പോ അറിയാം. ഇവിടെ ആരും ഇല്ലേ? നീ കറക്റ്റ്. സരി ഗമ പദനി സ വ്യത്യാസമുണ്ട്, സ്വരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. സരി ഗമ പാട്, കുറച്ച് പാട്. സരി ഗമ പദനി സ സാനി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സാനി ധ പ മ ഗ രി സ സരി ഗ മ സരി ഗ മ പ ധ നി സ സനി ധ പ 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 മഗരി സ മഗരി സ മഗരി സ സരി ഗ മ പ ധ നി സ സനി ധ പ മഗരി സ. It's not easy. നിങ്ങൾക്ക് മറ്റൊരാളെ കുറ്റം പറയണമെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ മറ്റൊരാളെ കുറ്റം പറയാൻ പറ്റുള്ളൂ, അല്ലേ? സരി ഗ മ പ ധ നി സരി ഗ മ പ ധ നി സ സരി ധ പ മഗരി സരി ധ പ മഗരി സരി ധ പ. കുറ്റം പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അത് ചെയ്ത്, അതൊരു വലിയ സന്ദേശമാണ് ഞാൻ തരുന്നത്, അല്ലേ? കറക്റ്റാണ്. എന്റെ കഴിവ് തെളിയിക്കാനുള്ളതല്ല. എന്തുകൊണ്ട് ദേവരാജ മാഷിന്റെ ഇപ്പോഴും ഞാൻ ആ പന്തളം പാലം എന്നുള്ള പേര് 1989 സഖാവ് എന്ന സിനിമയിൽ കൂടി എനിക്ക് ഇട്ടു തന്ന പേര്. അതിനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ 40 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കണമെങ്കിൽ എൻ്റെ ഡെഡിക്കേഷൻ, എൻ്റെ സമർപ്പണമാണ് സംഗീതത്തോടുള്ള. അത് ആ മഹാഗുരുനാഥന് ഞാൻ സ്മരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗുരുത്വം വേണം, ഗുരുത്വം. നിങ്ങൾ കണ്ടു കാണുന്ന സോഷ്യൽ മീഡിയയിൽ ADGP ശ്രീജിത്ത് IPS എൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം എൻ്റെ കാലിൽ തൊട്ട് വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. 1 മില്യൺ ആൾക്കാരാണ് കണ്ടത്.
അതിൽ ഞാൻ എഴുതിയൊരു കാര്യമുണ്ട്, സന്ദേശമാണ്. കാരണം പുതുതലമുറയിലെ കുട്ടികൾ നമ്മളിപ്പം മുട്ടയെ തൊട്ടുക അനുഗ്രഹം. പണ്ട് നമ്മുടെ നമസ്കാരം പാദ നമസ്കാരത്തെ 2 വിരലിൽ തൊട്ട് നമസ്കരിക്കണം. ഇപ്പം ശ്രീജ ഒരു നല്ല പാട്ടുകാരിയാണ്, നല്ലൊരു സംഗീതജ്ഞയാണ്, കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ പദങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ട് ദേവരാജ മാസ്റ്റർ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് പ്രതികരിച്ചേനെ. 10 മണിക്ക് ശേഷം കലാകാരന്മാർക്ക് ഒരു പരിപാടി നടത്താൻ നിവൃത്തിയില്ലാത്ത കാലഘട്ടത്തിൽ കൂടിയാണ് 10 മണിക്ക് ശേഷം മൈക്ക് വെച്ചുകൂടാ, 10 മണിക്ക് ശേഷം ഒരു പരിപാടിയും നടത്തിക്കൂടാ. ഒരു നാടകക്കാരൻ പണ്ടത്തെ പോലെ നാടകമല്ല, ഇപ്പൊ ഡിജിറ്റൽ സംവിധാനം വന്നതോടുകൂടി ഒരു നാടകങ്ങൾക്ക് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മുൻ ചെയർമാൻ ശ്രീ സുധീർ ചക്രവർത്തി ശ്രമിച്ചിട്ടുണ്ട്. ഏറെ ബഹുമാന്യയായ ഈ അനുസ്മരണ യോഗത്തിന്റെ അധ്യക്ഷ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ടി ശ്രീജ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന മലയാളത്തിന്റെ പ്രിയ ഗായകൻ ശ്രീ പന്തളം ബാലൻ, വേദിയിലുള്ള നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പ്രിയപ്പെട്ട കൗൺസിലർമാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലയാളത്തിന്റെ സംഗീത ചക്രവർത്തി ദേവരാജൻ മാസ്റ്ററുടെ 19ാം ചരമദിനത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പുണ്യ ഭൂമിയിൽ അദ്ദേഹത്തെ മുഖത്തോട് മുഖം നോക്കി നിന്ന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇവിടെ പല യോഗങ്ങളിലും പഴയ കൗൺസിലർമാരായ ഞങ്ങൾ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നേരത്തെ ശ്രീ പന്തളം ബാലൻ സൂചിപ്പിച്ചതുപോലെ കാലങ്ങൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ മറവിയുടെ മാറാലകൾ പറ്റി ഇത്തരം മഹാന്മാർ വിസ്മൃതിയിലാണ്ട് പോയ ചരിത്രം നമുക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കുറച്ച് സമയം അദ്ദേഹത്തോട് ആ വീട്ടിൽ ചെലവഴിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് കാര്യം, അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ പ്രതിഭയുടെ മുന്നിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാനത് കരുതുന്നു. കലാകാരന്മാരെയും ഒക്കെ വളർത്തിയിരുന്നില്ല. അപ്പൊ അത് നേതൃത്വം കൊടുക്കുന്ന അവരെ കൂടി ഈ അവസരത്തിൽ ഇതിന് മുന്നേ സംസാരിച്ച കാര്യം അത് പറഞ്ഞില്ലാന്നുള്ളൂ. മ്യൂസിക് ക്ലബും അതുപോലെ തന്നെ ദേവാലയ സംഗീത സഭയും അതിന്റെ ആൾക്കാരോട് ഇരിപ്പുണ്ട്. അപ്പൊ അത്തരത്തില് ഇനിയും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ വളർച്ച അല്ലെങ്കിൽ ഇതിന്റെ ഇത്തരത്തിലുള്ള പരിപാടികൾ പലവൂരില് വലിയ രീതിയിൽ നടത്തുക. നമ്മുടെ ദേവരാജൻ മാസ്റ്ററുടെ നമ്മുടെ സമയം ഒരുപാട് കഴിയുന്നുണ്ട്. 7 മണിക്കാണ് നമ്മുടെ ദേവഗീതികൾ എന്ന പരിപാടി സംഗീത സഭ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും 7 മണി ആകുന്നേയുള്ളൂ. എന്നാൽ അവിടെ കൃത്യസമയത്ത് ആ പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് മറ്റാരും പ്രസംഗിക്കുന്നില്ല. എങ്കിലും ഇവിടെ ഈ ദേവരാജൻ മാസ്റ്ററുടെ 19ാമത് ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നേ സംസാരിച്ചതെല്ലാം തന്നെ വളരെ ആധികാരികമായി ദേവരാജൻ മാസ്റ്ററെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഈ ദേവരാജൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ചത്തന്നൂരിൻ്റെ MLA ശ്രീ DS ജയലാൽ അവർ, അതുപോലെ നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തി ദേവരാജൻ മാസ്റ്ററെ കുറിച്ചുള്ള ആധികാരികമായി നമ്മളൊക്കെ സംസാരിച്ച് കുറേ അധികം സമയം സംസാരിക്കും പാട്ടുമൊക്കെ പാടിയ ബഹുമാനിയായ ശ്രീ പന്തളം ബാലൻ അവർ, അതുപോലെ മുൻ ചെയർമാനടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനിയുടെ എല്ലാവരെയും വിശിഷ്ട അതിഥികളായിട്ടും ഇവിടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള എല്ലാ ബഹുമാന വ്യക്തിത്വങ്ങളെയും ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. സഞ്ചരിക്കുന്ന ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകൾ പാടി ആ വിവരണത കൂടെ അപ്പം വലിയൊരു സാധ്യത
സംഗീത മേഖലയ്ക്ക് സംഭാവന നൽകുവാൻ പരവൂർ നഗരസഭയുടെ ആ വലിയ പ്രോജക്റ്റ് നിങ്ങൾ നടപ്പാക്കണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് കൊണ്ടുപോകും, സംശയമില്ലാതെ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആയാലും കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ മലയാളികളുടെ ആവശ്യമാണ്. അതിന് തിരിഞ്ഞു നിൽക്കാതെ അവർ സാധിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പം ഭരണമുള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീജയ്ക്കോ അല്ലെങ്കിൽ അംബികയ്ക്കോ വേറെ എല്ലാവർക്കും എന്താ എല്ലാം കൂടെ സംയുക്തമായിട്ടൊരു തീരുമാനമെടുത്ത്, കാരണം ഇത് തന്നെ ഇപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഇടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു മഹത്തായ മനസ്സാണ്. കാരണം 6 അടി മണ്ണ് എന്ന് പറയുന്നത് എവിടെയോ എരിഞ്ഞടങ്ങേണ്ട ആളല്ല ദേവരാജ മാഷ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചെയ്തിരിക്കുന്ന ഇതിന് പൂർണ്ണതയിലെത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഒരുപാടുണ്ട്. അതിന് പുതുതലമുറ ഇവിടുത്തെ പിള്ളേരെ ഏറ്റെടുക്കുക എന്നല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നും കേൾക്കുന്ന പാട്ടുകൾ മാസ്റ്റർ പാട്ടുകൾ. അപ്പോൾ അതിനെ ഒരു റിസർച്ച് സെൻ്ററായിട്ട് മാറ്റുവാനുള്ള ഒരു സാഹചര്യം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അത് പിന്നെ ഏറ്റെടുത്ത് മറ്റ് വിവിധ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിന് പുറത്തെറിഞ്ഞ് നിൽക്കരുത് എന്നൊരു ശ്രീജയ് പോലുള്ള ഒരു ഡിസിഷൻ നിങ്ങൾക്ക് നമ്മൾ ഭരണത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് സ്മരിക്കുന്നത് എന്നാണ് അതാണ് ഭരണാധികാരി എന്ന് പറയുന്നത്. അപ്പം ശ്രീജയ് മാത്രമല്ല കേട്ടോ, എല്ലാവരും കൂടെ പറയുന്നത് നിങ്ങൾ ചെയ്യണം അത്. താങ്ക് യു. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് കളയാറ്. ഒരു ശിഷ്യൻ്റെ ഒരു വികാരമോ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു സങ്കടകരമായ അത് കേട്ടപ്പോഴുള്ള, കാരണം അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണെന്നുള്ളത്. നമ്മൾ കാണുന്ന AR റഹ്മാനും ഇളയരാജയും ജോൺസൺ മാഷും ഇന്ന് കാണുന്ന വലിയ സംഗീത സംവിധായകരൊക്കെ ദേവരാജ മാഷ ശിഷ്യന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനപ്പുറത്ത് വടവൃക്ഷമായ ദേവരാജ മാഷ, അത് നമ്മൾ മറന്നു പോകരുത്. താങ്ക് യു വെരി മച്ച്. കടയ്ക്കും സൃഷ്ടിക്കും ഒരു വൈകല്യം ഒരു വിഷയമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കുന്നത്. ഇവിടെ പെയിന്റ് കോൺട്രാക്ടറായിരുന്നു. ഇതിൻ്റെ വീട്ടിൽ ഇപ്പോൾ പെയിന്റ് ജോലിക്ക് വന്നു. വേറെ കമ്പനി കൈ പാടി എനിക്ക് ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇവിടെ പാറേക്കാവില്ല. അയാളുടെ പേര് ബിജു എന്നാണ്. അത് പക്ഷേ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാൻ എനിക്ക് അന്ന് സാധിച്ചില്ല. പിന്നെ എനിക്കത് കിട്ടിയില്ല. രാജീവ് സർട്ടിഫിക്കറ്റ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസിൽ കാണുന്നു. അന്ന് ദേവരാജൻ മറ്റേ
ഇന്നലെ ഒന്നുമില്ല, ഞാൻ പറയുന്നത് റീചാർജാണ്. അടിപെട്ടിത്രേ സെക്കൻഡ് കാണിക്കുന്നുണ്ട്. ആ ശരി, ഓക്കെ, കാണിക്കുന്നുണ്ടോ? കാണിക്കുന്നു. കക്ഷി ഇവിടെ വരുമ്പോൾ അതിലെല്ലാം കുത്തിക്കൊടുക്കാം. അപ്പോഴേ ഒപ്പാവും. അതെ. ഔട്ടിയാണ് ഔട്ടിക്കൂടെ. കിട്ടത്തില്ലല്ലേ സ്മാരക പരവൂർ സംഗീത സഭയുടെ മുഴുവൻ ഗായകരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Close.